നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗന്നേസരത്ത് തടാകത്തിൻ്റെ അരികിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ സെലക്ട് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരെ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വിളിക്കുന്നതിന് വേണ്ടി ഗന്നേസരത്ത് തടാകത്തിൽ, അല്ലെങ്കിൽ ഗലീല കടൽക്കരയിലേക്ക് യേശു വരുന്ന ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമാണ്. പത്രോസ് അടങ്ങുന്ന പടകിനകത്ത് വലിയൊരു ശൂന്യത വെളിപ്പെട്ട് നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ വരവ്. യേശു ആ പടകിനകത്ത് കയറിയിരുന്ന് തിരുവചനം പറയുകയും പുരുഷാരം അത് കേൾക്കുകയും ചെയ്ത അനന്തരമായിട്ട് ഭാരപ്പെട്ടില്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഇനി ഒരു നന്മയും കിട്ടുകയില്ല എന്ന് ചിന്തിച്ച് വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിനോട് പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും ഞങ്ങൾ കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞവർ വലയിറക്കി വലിയൊരു മീൻകൂട്ടം അതിനകത്ത് പെടുകയും ആ ഒരു നന്മ കാണുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം അനുഭവിച്ച അനന്തരമായിട്ട് ഈ പത്രോസിനുൾപ്പെടെയുള്ള വ്യക്തികളോട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കണം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞ വാക്കിന് അനന്തരമായിട്ട് അവർ ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ വായിച്ചത്. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചു, സകലവും വിട്ട് അവനെ അനുഗമിച്ചു. എന്തുവതിൻ്റെ അർത്ഥം? അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ച് അതെല്ലാം വിട്ട് യേശുവിനെ അവർ അനുഗമിപ്പാനിടയായി. എന്തുവാ ഈ വെള്ളത്തിൽ മുക്കുവനോടുള്ള ബന്ധത്തിൽ വെള്ളത്തിൽ പടക് കിടക്കുന്ന ഒരു അധ്വാനത്തെ കാണിക്കുന്നതാണ്, അല്ലേ? അതിൻ്റെ ഒരു വിവേചനം, ഒരു ചിന്താതലം ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വെള്ളം ലോകവുമായിട്ട് നമ്മളെ അതിനെ കണക്ട് ചെയ്താൽ ലോകത്തിൽ നിന്ന് ഈ പടകിനെ കരയിലോട്ട് അടുപ്പിക്കണം. ഒരിക്കലും പടക് വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് പടകിൻ്റെ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, അല്ലേ? അത് കരയ്ക്കടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഉപയോഗമില്ല. ഇനി അത് മാത്രമല്ല, അത് കാലങ്ങളോളം പടക് ഉപയോഗിക്കാതിരുന്നാലും കരയിൽ കിടന്ന് അത് ഉപയോഗിക്കാതിരുന്നാലും അത് നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. സ്തോത്രം എന്നുള്ളത് പോലെ പടക് വെള്ളത്തിൽ കിടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ബോട്ട് വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അതിൻ്റെ പ്രവൃത്തി എന്നതുപോലെ അവർ വെള്ളത്തിലുള്ള പടകിനെ കരയ്ക്ക് അടുപ്പിച്ചിട്ടാണ് അവർ യേശുവിൻ്റെ പിന്നാലെ വരുവാൻ തക്കവണ്ണം ഇടയായത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ഈ പടക് വെള്ളത്തിൽ കിടക്കുന്നിടത്തോളം കാലം പത്രോസേ, നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയത്തില്ല. യേശുവിനെ നിനക്ക് അനുഗമിക്കാൻ കഴിയണമെങ്കിൽ പടകിനെ കരയ്ക്കടുപ്പിക്കണം. അത് വിട്ട് കരയ്ക്കടുപ്പിക്കുക മാത്രമല്ല, അത് വിട്ട് നീ യേശുവിനെ അനുഗമിച്ചാൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പഠിപ്പിക്കുന്നൊരു വചനമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ലോകത്തോട് കണക്ട് ചെയ്ത് ആര് കടന്നാൽ അവർക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. എന്നാൽ ലോകം വിട്ട് യേശുവിൻ്റെ പിറകെ യാത്ര ചെയ്യാൻ ഒരുക്കപ്പെട്ടാൽ, പടകിനെ കരയ്ക്കടുപ്പിച്ച് ഒതുക്കിയാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കതിൻ്റെ നന്മയെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ പുകഴ്ചയും മാനവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.